ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നമുക്കറിയാം, ഡെഡ് ലൈൻ ഡേ കഴിഞ്ഞു. ഈ ട്രാൻസ്ഫർ വിൻഡോൻ്റെ ഒരു വേർഡിക്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, എസ്പെഷ്യലി പ്രീമിയർ ലീഗ് ടീംസ്. നമ്മൾ കാരണം പ്രീമിയർ ലീഗ് ടീംസിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് ഡിസ്കസ് ചെയ്യാൻ ഇന്ന് എൻ്റെ കൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ 2 ഫാൻസ് ഉണ്ട്, ആതിഫ്, ഷംനാഥ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം മാഞ്ചസ്റ്റർ സിറ്റിനെ കുറിച്ച് തന്നെ ആയിക്കോട്ടെ. എന്താണ് അവരുടെ ട്രാൻസ്ഫർ വിൻഡോ ഒരു വേർഡിക്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത്? ഐ തിങ്ക് സിറ്റി ആർ ദി വിന്നേഴ്സ്. കാരണം ലോക നിലവാരമുള്ള 3 പ്ലെയേഴ്സിനാണ് ഓട്ടോമണ്ടി, കെവിൻ ഡി ബ്രൂയ്ന, ദെൻ സ്റ്റെർലിംഗ്. 3 പ്ലെയേഴ്സും അവരവരുടെ ലീഗൽ ബെസ്റ്റ് പ്ലെയേഴ്സ് ആയിരുന്നു. ക്രേസി സ്പെൻഡിങ് ആയിരുന്നു, ബട്ട് ദേ ഹാവ് ഡൺ ഗുഡ് ബിസിനസ്. പ്ലെയേഴ്സിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി. പക്ഷേ ഞാൻ സംസാരിക്കാൻ പോകുന്നത് FFP കുറിച്ചിട്ടാണ്. ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ് FFP തരുന്നത്. കാരണം ഒരു 150 million സ്പെൻഡും ചെയ്ത് സിറ്റി, നെറ്റ് സ്പെൻഡ് അബൌട്ട് 100 million. അപ്പോൾ ഇത് കാരണം കഴിഞ്ഞ പ്രാവശ്യം അവർക്കൊരു ഫൈൻ കിട്ടി ഒരു 50 million. പക്ഷെ അവർ ഒരു 10 million മാത്രമാണ് അത് ഫൈൻ അടച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് FFP എവിടേക്കാണ് പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം ഇവർ വീണ്ടും സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈവൻ നെക്സ്റ്റ് സമ്മറിൽ ഒരു റിവ്യൂ നടക്കുമ്പോൾ അവർക്ക് ഒരു ഫൈനോ അല്ലെങ്കിൽ ഒരു ബാനോ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം അതിലൊരു വലിയ കാര്യമില്ല എന്ന് തോന്നുന്നു. കാരണം ഓൾറെഡി അവരൊരു ടീം ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. സോ FFP ഒരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്കാണ്. ആദ്യം എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നത് 2-3 പൊട്ടൻഷ്യൽ സൈനിങ് തന്നെയായിരുന്നു. കാരണം നല്ലൊരു ഡിഫൻഡർ, 2 നല്ല ഫോർവേഡ്സ്, നല്ല സൈനിങ് തന്നെയായിരുന്നു. പക്ഷേ ഇത്രയും എമൗണ്ട് കൊടുത്തിട്ട് അവർ ഫസ്റ്റ് ടീമിലേക്ക് മേക്ക് ചെയ്യുമോ എന്നുള്ളതാണ് നമുക്കറിയാത്തത്. കാരണം ഓട്ടോമൻറ്റി ആയി പോലും നല്ലൊരു ഡിഫൻഡറായിട്ട് പോലും മങ്കാലിനെ ഓവർകം ചെയ്തിട്ട് അതല്ല ആ പ്ലേസിലോട്ട് വരാൻ പറ്റുന്നില്ല. കാരണം അവർ ഫോമിലാണ്. അതുപോലെ തന്നെ കെവിൻ ഡി ബ്രൂയ്ന ഇപ്പോൾ മിഡ്ഫീൽഡ് അവർ സ്ട്രോങ് ആണ്. അതുകൊണ്ട് അറിയില്ല, ബുണ്ടസ്ലീഗയിൽ വെച്ച് നല്ലൊരു പ്ലെയർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ടീമിലോട്ട് മേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ സ്പെൻഡിങ്ങിന് എത്രത്തോളം കാര്യമുണ്ടെന്നുള്ളതാണ് അറിയാത്തത്. സ്റ്റെർലിംഗ് തീർച്ചയായിട്ടും നല്ലൊരു പൊട്ടൻഷ്യൽ സൈനിങ് തന്നെയാണ്. കാരണം കളിച്ചു സ്കോർ ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് അവരെ ഫസ്റ്റ് ലെവലിൽ മേക്ക് ചെയ്യുമെന്നാണ് അറിയാം. ആയാലും ഓട്ടോമൻറ്റി ആയാലും ഡിഫറെൻറ്റ് ലീഗിൽ നിന്നൊന്നാണ് പ്രീമിയർ ലീഗിനെ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമായിട്ടുണ്ടാവും. അപ്പോൾ ഡെഫിനറ്റ്ലി ദേ ആർ ദ വിന്നേഴ്സ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ചെൽസി സ്പെൻഡ് വൈസ്ലി ആയിട്ട്. കാരണം 2 പ്ലേയേഴ്സാണ് ടീമിൽ നിന്ന് പോയത്. 2 പ്ലേയേഴ്സ് അല്ല, 3 പ്ലേയേഴ്സ്. ഡ്രോഗ്ബ, ഫിലിപ്പെ ലൂയിസ്, കൊട്രാഡോ. ഈ 3 പ്ലേയേഴ്സിനെ അവർ റീപ്ലേസ് ചെയ്തു. ഓൾറെഡി പെട്രോ വെച്ച് റീപ്ലേസ് ചെയ്തു. ഫൽക്കാവോ, ബാബാനോ. പിന്നെ പൊട്ടൻഷ്യൽ സൈനിങ്സ് നടത്തി 2 യങ്സ്റ്റേഴ്സിനെ കൊടുക്കുന്നു. അപ്പോൾ ഐ തിങ്ക് ചെൽസി ഗുഡ് ബിസിനസ്. എനിക്ക് തോന്നുന്നു ചെൽസി ഇപ്പോൾ ഷംനാഥിനോട് ഞാൻ യോജിക്കുന്നു. നല്ലൊരു FFP റൂൾസ് എല്ലാം മാനേജ് ചെയ്തുകൊണ്ട് തന്നെ അവർ സൈനിങ്സ് നടത്തിയിരിക്കുന്നു. പക്ഷേ സെൻട്രൽ ബാക്കിൽ ശരിക്കും ഒരു ഇഷ്യൂ കിടക്കുന്നുണ്ട്. അതായത് സക്സസർ ആരാന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അത് അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ പെട്രോ ആയാൽ പോലും അല്ലെങ്കിൽ ഫൽക്കാവോ ഒരു നല്ല പൊട്ടൻഷ്യലുള്ള പ്ലെയറാണ്. ഒരു പക്ഷേ യുണൈറ്റഡിൽ ഷൈൻ ചെയ്തില്ലെങ്കിൽ പോലും ചിലപ്പോൾ ചെൽസിയിലൊരു നല്ലൊരു പ്ലെയറായി സ്ട്രൈക്കറും കൂടെ ആവാൻ ചാൻസ് ഉള്ള പ്ലെയറാണ്. അതുകൊണ്ട് ചെൽസി ഐ തിങ്ക് ഹാസ് ഡൺ എ ഗുഡ്. ചെൽസി എനിക്ക് തോന്നുന്നത് ചെൽസി ഒരു ഷൂഡ് ബിസിനസ്സാണ് ചെയ്തിരിക്കുന്നത്. FFPൻ്റെ കംപ്ലൈ ചെയ്തിട്ടുള്ള ബിസിനസ്സാണ് ഇപ്രാവശ്യം ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി ജോസെ മൗറിഞ്ഞോ വന്നതിന് ശേഷം അങ്ങനത്തെ ബിസിനസ്സുകളാണ് ചെൽസി ചെയ്യുന്നത്. കഴിഞ്ഞ സീസണിൽ ടൈറ്റിൽ വിന്നിംഗ് ആയിട്ടുള്ള ഒരു ടീം എപ്പോഴും ഒരു ട്വീക്കിങ്ങിനെയാണ് മുതിരുള്ളൂ. അതുപോലെ ഒരു ട്വീക്കിംഗ് മാത്രമാണ് ജോസെ മൗറിഞ്ഞോ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ പെഡ്രോ ആയിക്കഴിഞ്ഞാൽ വേൾഡ് ക്ലാസ് സൈനിങ് തന്നെയാണ് പെഡ്രോ. അതുപോലെ ഫൽക്കാവോ ഒരു പാനിക് പ്രൈസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഡെഫിനറ്റ്ലി നമ്മളൊരു ജോൺ സ്റ്റോൺസ്, നീ പറഞ്ഞ പോലെ ജോൺ ടെറിക്ക് ഒരു സക്സസർ എന്ന രീതിയിലാണ് ജോൺ സ്റ്റോൺസിന് നമ്മൾ ചേസ് ചെയ്തിരുന്നത്. ജോൺ സ്റ്റോൺസിലെ പക്ഷേ എവർട്ടൺ കൊടുക്കാൻ തയ്യാറല്ല, അതുകൊണ്ട് കിട്ടിയില്ല. മേ ബി നെക്സ്റ്റ് സമ്മർ നമ്മൾ വീണ്ടും ട്രൈ ചെയ്യും. തൽക്കാലം അതേ ഒരു ഷ്രൂഡ് ബിസിനസ് എന്ന രീതിയിൽ പാപ്പി ജലബോജിനെ മേടിച്ചിട്ടുണ്ട്. ഈ ജലബോജി വെറും ഒരു 3 million pound ഡീലാണ്. അപ്പോൾ മേ ബി ഹി ക്യാൻ ഫിൽ ദ ഷൂസ് ഫോർ ദ ടൈം ബീങ്. അതാണ് എനിക്ക് തോന്നുന്നത്. സോ ഡെഫിനറ്റ്ലി വി ആർ നോട്ട് ലൂസേഴ്സ്, വിൽ ബി എമംഗ് ദ വിന്നേഴ്സ്. നെക്സ്റ്റ് നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ലീഗ്. കഴിഞ്ഞ വർഷത്തെ സ്പെൻഡിങ് കമ്പയർ ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ബിസിനസ്സാണ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ചെല്ലുന്ന കൂടെ പറയുന്നത്. അതെ, കാരണം ഇഞ്ചൽ ഡി മരിയ, ഫൽക്കാവോ ഡെഫിനറ്റ്ലി ഫ്ലോ പ്ലേയേഴ്സ്. അതുകൊണ്ട് ആ കാരണം കൊണ്ട് തന്നെ ടീമിൽ നിന്ന് ഔട്ടായി. സോ വി ഗോട്ട് സം മണി ഫോർ മരിയ ഓൾസോ. ഈ വർഷം സ്പെൻഡിങ് പ്ലേയേഴ്സ് ഔട്ടായതും ഇന്നായതും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ 45 million pounds ആണ് ടോട്ടൽ സ്പെൻഡ് ചെയ്തത്. നെറ്റ് സ്പെൻഡ്.
സോ ഓൾ ദ പ്ലേയേഴ്സ് സൈൻ ചെയ്ത എല്ലാ പ്ലേയേഴ്സും ഫസ്റ്റ് ടീമിലുണ്ടാവും. ഓൺലി ഡൗട്ട് അബൌട്ട് മാർഷൽ ഒരു പാനിക് ബൈ ആണെന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടീമിലേക്ക് ഡെഫിനറ്റ്ലി കളിക്കണം. പ്രീമിയർ ലീഗ് വിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർഷലിനെ സൈൻ ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ ഈ ക്യാൻ സേ പാനിക്. ബട്ട് വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. കണ്ടിട്ട് മാത്രമേ റിവ്യൂ ചെയ്യാൻ. ഒരു പക്ഷേ ഇപ്പോൾ ഇല്ലാത്തൊരു പേസിന് കൂടുതൽ പേസ് കൊണ്ടുവരാനായിരിക്കും മാർഷൽ പോലത്തെ സൈനിങ് വന്നിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഫ്യൂച്ചർ സൈനിങ്. എൻ്റെ അഭിപ്രായത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിന്നേഴ്സ് തന്നെയാണ് ഈ ഒരു വിൻഡോയിൽ. പക്ഷേ 1-2 ഗാമ്പിൾസ് അവർ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു ബിഗ് ഗാമ്പിളാണ് മാർഷൽ. കാരണം ഒരു 36 million പൗണ്ടിൻ്റെ സൈനിങ് ക്യാൻ ഗോ ടിൽ 58 million എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആഡോൺസ് ഒക്കെ ആഡ് ചെയ്തിട്ട്. അപ്പോൾ അത്രയും വലിയൊരു ഗാമ്പിൾ എടുത്തിട്ട് ഒരു യങ്സ്റ്റർ, ഒരു ടീനേജ് റെക്കോർഡ് ഡീലാണ് ടീനേജേഴ്സിൻ്റെ. എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്നുള്ളത് കണ്ടറിയണം. ആസ് ഇറ്റ് സ്റ്റാൻഡ്സ് ഒരു ബിഗ് ഗാമ്പിളാണ്, എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഓവറോൾ നല്ലൊരു ബിസിനസ്സാണ് പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചെയ്തിരിക്കുന്നത്. പിന്നെയുള്ള ഒരു ഗാമ്പിൾ എന്ന് പറയുന്നത് ഡഹയ ആ ഡീൽ കൊളാപ്സ് ചെയ്തത്. അത് എത്രത്തോളം ആ പ്ലെയറിനെ എഫക്റ്റ് ചെയ്യുമെന്നുള്ളത് എനിക്കറിയില്ല. ഈ ഡെഫിനറ്റ്ലി വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊഫഷണൽസ്. പക്ഷേ ഇത്രയും കാലം കളിപ്പിക്കാണ്ട് പെട്ടെന്ന് ഒരു ഡീൽ കൊളാപ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി വീണ്ടും അയാളുടെ കോൺഫിഡൻസ് റെസ്റ്റോർ ചെയ്ത് കളിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ബിഗ് ടാസ്ക്കാണ്. LVG എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത് കണ്ടറിയണം. എന്ത് തോന്നുന്നു? LVG ഡെഗിയ ഡീല് റയലിലേക്ക് പോകുന്ന ടൈമിൽ തന്നെ വാൻഗാൽ പറഞ്ഞിരുന്നു ആഫ്റ്റർ August 31 ഓൺലി നമ്മൾ ഈ പ്ലെയറിനെ കളിപ്പിക്കുള്ളൂ. ടീമിനോട് മേക്ക് ചെയ്യും. അതായത് റയലിലേക്ക് പോകുമെന്നുള്ള ഒരു ഘട്ടം വന്നപ്പോൾ വാൻഗാൽ അങ്ങനെ ചെയ്യുന്നതാണ്. സോ നൗ ഈസി. സോ വാൻഗാൽ പറഞ്ഞു പോയിട്ടില്ലെങ്കിൽ പക്ഷേ കോൺഫിഡൻസ് പ്ലെയറിൻ്റെ മൊറാലിനെ എങ്ങനെയായാലും ബാധിക്കും. ഡഹയ ഒരു ബിഗ് ഗാമ്പിൾ തന്നെയാണ്. ആളിവിടെ നിന്ന് ഇനി ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുമോ, അതോ ഇനി അടുത്ത സമ്മറിൽ ഫ്രീ ആയിട്ട് റയൽ മാഡ്രിഡിൽ പോകുമോ, ജാനുവരിയിൽ പിന്നെ റയൽ മാഡ്രിഡ് വന്ന് കോൾ ചെയ്യുമോ, എല്ലാം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. മാഞ്ചസ്റ്റർ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ അത് പറഞ്ഞ പോലെ നല്ല ഇൻ്റലിജൻറ്റ് സൈനിങ്സ് ആണ് ചെയ്തത്. കാരണം വേണ്ടിയിരുന്നത് തീർച്ചയായിട്ടും മിഡ്ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ആയിരുന്നു. അതിപ്പോൾ ഷ്വൈസൈഡറും അതുപോലെ തന്നെ ഷ്നൈഡറിനും കൂടെ നല്ലൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് സ്ട്രോങ് ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ വേണ്ടിയിരുന്നത് പേസാണ്. അതിനായിരിക്കും തീർച്ചയായിട്ടും മാർഷൽ സൈൻ ചെയ്തത്. കാരണം മാർഷൽ ഇപ്പോൾ ഒരു പറയപ്പെടുന്നൊരു യങ് സ്റ്റാൻഡ് തന്നെയാണ്. പക്ഷേ അത് കാണേണ്ടിയിരിക്കുന്നത് എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം അഡാപ്റ്റീവ്. അപ്പോൾ എനിക്ക് തോന്നുന്നു യുണൈറ്റഡ് ചെയ്തിരിക്കുന്നത് നല്ല ഡീൽസാണ്. ഒരു പക്ഷേ ഡെഹയുടെ കാര്യം മാത്രമാണ് കുറച്ചുകൂടെ കൺസേൺ ആയിട്ട് ഇപ്പോൾ ഉള്ളത്. കാരണം അത്രയും നല്ല ബെസ്റ്റ് ഒരു ഗോൾ കീപ്പറായിട്ട് ഒരു വാൻഡർ സാറിനെല്ലാം റീപ്ലേസ് ചെയ്യാൻ വന്ന ഒരു ഗോൾ കീപ്പറായിട്ട് ഇപ്പോൾ ആളുടെ പൊസിഷൻ തന്നെ ഒരു ടേർമോയിലായിട്ടാണ് ഇരിക്കുന്നത്. റെയിലിലോട്ട് പോകുക തിരിച്ച് ഇവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഒരു കൺസേൺ മാത്രമേ എനിക്ക് തോന്നുന്നു വാങ്ങാനോ അല്ലാതെ താല്പര്യം. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ടീം ഇസ് സെറ്റ്. വി ഹാവ് ടു ഗോ ഫോർ ദ ടൈറ്റിൽ ചാലഞ്ച്. LVG ഹാസ് നോ എക്സ്ക്യൂസസ് ഇൻ. അപ്പോൾ ആർസണൽ ലിവർപൂൾ എന്ത് തോന്നുന്നു? ആർസണൽ എല്ലാ വർഷത്തെയും പോലെ ആസ് യൂഷ്വൽ സ്ട്രൈക്കർ. ബട്ട് ഐ തിങ്ക് ആർസണൽ പറഞ്ഞു സ്ട്രൈക്കേഴ്സ് അവൈലബിൾ അല്ല. സോ ഈസ് ആൻ എക്സ്പീരിയൻസ് മാൻ. സോ വി ഹാവ് ടു ലിസൺ. അതൊരു പക്ഷേ പറയുന്നത് മറ്റുള്ള ചെൽസി അല്ലെങ്കിൽ യുണൈറ്റഡ് അല്ലെങ്കിൽ സിറ്റി പോലത്തെ വലിയ വലിയ ടീംസ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നല്ല സൈനിങ്സ് ചെയ്യുമ്പോൾ അവർക്ക് അവൈലബിൾ ആയിട്ട് വരുന്നില്ല എന്നൊരു കാരണം. എല്ലാ വർഷവും ആർസണൽ സെയിം റീസൺ പക്ഷേ സക്സസ്ഫുൾ ആവാറുണ്ട്. ആൾക്ക് താല്പര്യമില്ലാത്ത പ്ലേയേഴ്സിനെ സൈൻ ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്ന ആൾ കുറച്ചുകൂടി സ്റ്റബോണാണ് ട്രാൻസ്ഫർ ഡീൽസ് വരുമ്പോൾ. നമ്മൾ നോക്കാം. കാരണം ജിറു ഡെഫിനറ്റ്ലി ഒരു സ്ട്രൈക്കർ. പക്ഷേ ആ നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോകാനുള്ള സ്ട്രൈക്കറിനോട് കണ്ടിരിക്കണം. പക്ഷേ എന്തായാലും അവർ ചെയ്ത ബിഗ് ഡീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൽക്കോട്ടിനെയും ചെമ്പർലിനെയും ഒക്കെ അവർ സൈൻ ചെയ്തു ഒരു ലോങ് ടേം കോൺട്രാക്റ്റ്. പിന്നെ ലിവർപൂൾ ഒരുപാട് പ്ലേയേഴ്സിനെ വെറുതെ സൈൻ ചെയ്തിരിക്കുന്നത്. അവർ എത്രത്തോളം സക്സസ്ഫുൾ ആവുന്നത് കണ്ടറിയുന്നതാണ്. കാരണം കഴിഞ്ഞ തവണ ഉണ്ടായ ഒരുപാട് പ്ലേയേഴ്സ് വൻ ഫ്ലോപ്പായിട്ടാണ് ഇപ്പോൾ പല ടീമിലുണ്ടായിട്ട് മാറുന്നു. ആ ടീമിൽ തന്നെ ബെഞ്ചിലായിട്ട് എനിക്ക് തോന്നുന്നില്ല ലിവർപൂൾ ഒരു സെൻസിബിൾ ഡീൽ നടത്തിയിട്ടുണ്ട് ഈ സീസണിൽ. എന്തായാലും അവർ എനിക്ക് തോന്നുന്നില്ല ബ്രെൻഡൻ റോജേഴ്സിന് ഇനി ഒരു ചാൻസ് കിട്ടുന്നുണ്ട്. ഐ തിങ്ക് ദിസ് ഇസ് ദ ലാസ്റ്റ് ചാൻസ്. Anyway, like, subscribe and share our videos, guys. See you next time.